നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഫ്രം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്. അതായത് ചേട്ടാ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വീഡിയോസ് ഇട്ടുകൂടെ? നിങ്ങൾ ഈ മൊബൈലെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ മൊബൈലിനകത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ നല്ലപോലെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആപ്ലിക്കേഷനും വേണ്ടേ? എല്ലാവരും ആപ്ലിക്കേഷനൊക്കെ തരുന്നുണ്ട്. നമ്മുടെ ഗോമിന് പണ്ടത്തെ ഗോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിലൂടെയാണ് കയറി വന്നത്. അതിനെ കളയരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ആപ്ലിക്കേഷൻ സീരീസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു ടോപ്പ് 5 ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടോപ്പ് 5 ആപ്ലിക്കേഷൻ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഇതെല്ലാം അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിൻ്റെ അകത്തൊരു ഗെയിം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൈഫിൽ നമുക്ക് കുറച്ച് സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബഞ്ചാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു 5 ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സൊല്യൂഷനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഇതിനകത്ത് എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, ഡൗൺലോഡിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ എന്ന് നോക്കാം. അറ്റോമസ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങളുടെ സ്ക്രീനിൽ കുറച്ച് സ്പാർക്കിൾസ് വരും. ഈ ഒരു സ്പാർക്കിൾസിനെ നമുക്ക് കൈവച്ച് നമ്മുടെ ഫിംഗർ വെച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെസ് മാറിക്കിട്ടാനായിട്ട് ഇത് വളരെ സഹായിക്കും. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ എക്സാം എഴുതുന്നവരാണെങ്കിൽ സ്ട്രെസ് റിലീഫിന് ഇത് യൂസ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്ലൈഡ് ബാറിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. ഒരുപാട് സ്ലൈഡ് ബാർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പാർട്ടിലെ ആപ്ലിക്കേഷൻസും രണ്ടാമത്തെ പാർട്ടിൽ നിങ്ങളുടെ ഫേവറേറ്റ് കോൺടാക്ട്സും മൂന്നാമത്തെ പാർട്ടിൽ നിങ്ങൾക്ക് ഹാൻഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡ് എനേബിൾ ചെയ്യുന്നതോ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് 3 പാർട്ടായിട്ടുള്ളതാണ്. ഈ ഒരു സാധനത്തിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈസി ആയിരിക്കും. കാരണം ആപ്ലിക്കേഷൻസ് പെട്ടെന്ന് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് ചൂസ് ചെയ്യാം. കോൺടാക്റ്റ് പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എയർപ്ലെയിനോ വൈഫൈ ഓഫ് ചെയ്യണോ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നോസ്ട്ര പ്രോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗെയിമിൻ്റെ വിന്നേഴ്സിനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് കാശ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അതായത് ഇപ്പോൾ T20 ഫെസ്റ്റിവലിനൊക്കെ നമുക്ക് ഇപ്പോൾ ചെന്നൈ വേഴ്സസ് കൊൽക്കത്ത ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ്. അതായത് നിങ്ങൾ അതിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആരായിരിക്കും ജയിക്കാമെന്ന് തോന്നുക അവരെ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക. ആ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. പിന്നീടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് കാശുണ്ടാക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ താഴെയുള്ള റെഫറൽ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ റെഫറൽ കോഡ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർ അതിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ 100 രൂപ കിട്ടുകയും അതിൻ്റെ കുറച്ച് കമ്മീഷൻ ബേസ് ആയിട്ട് ഒരു കൂപ്പൺ 20 രൂപ നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങളുടെ ഫ്രണ്ട് അതിനകത്ത് ഒരു 50 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 രൂപ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് മാച്ചസ് ഉണ്ട്. ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, കബഡി ഉണ്ട്, ബാഡ്മിൻ്റൺ ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ ഇപ്പോൾ ചെന്നൈ വേഴ്സസ് കൊൽക്കത്ത T20 മാച്ചിൻ്റെ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് മേക്കിംഗ് പിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനകത്ത് നിങ്ങൾ ആരായിരിക്കും, ആരുടെ കൂടെയാണ്, ഏതൊരു ടീമിൻ്റെ കൂടെയാണ്, ഏത് ടീം ജയിക്കുമെന്ന് തോന്നുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ കൊടുക്കുക. ഞാനിപ്പോൾ റാൻഡമായിട്ട് നോക്കുകയാണ്. കാരണം എനിക്ക് ഈ ക്രിക്കറ്റിനോട് വലിയ താല്പര്യമില്ല, ഞാൻ ക്രിക്കറ്റ് കാണാറുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും അവർ ജയിക്കുക, എത്ര ഓവറിന് ജയിക്കും, എത്ര റണ്ണിന് ജയിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാം. നിങ്ങൾ ഈ പ്രെഡിക്റ്റ് ചെയ്ത സാധനം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 15 ലക്ഷം രൂപയിൽ നിന്ന് ഓരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് ക്രാഷ് മണി കിട്ടും. അതായത് 15 ലക്ഷവും ലക്ഷങ്ങൾ കിട്ടിയവരുണ്ട്, ആയിരങ്ങൾ കിട്ടിയവരുണ്ട്. അങ്ങനെ ഒരുപാട് മാച്ചസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കോൺടെസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺടെസ്റ്റ് മൈ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞ പാർട്ടിൽ കിടക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് കോൺടെസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്.
അത് കഴിഞ്ഞോ, അത് അപ്രൂവ് ആയോ, നമ്മൾ വിൻ ചെയ്തോ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ നമ്മുടെ വാളറ്റിലുണ്ട് എന്നുള്ള കാര്യങ്ങളും അറിയാൻ പറ്റും. ഇത് ഭയങ്കര ഈസിയാണ്. കാരണം നമുക്ക് ഈസി ആയിട്ട് ഒരു 121 രൂപയാണ് മിനിമം പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് മേളിലോട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പേടിഎമ്മിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ സെൻഡ് ചെയ്യാൻ പറ്റും. ഒരു പാൻ കാർഡോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ പേടിഎമ്മിലേക്കോ അയക്കാൻ പറ്റും. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു VR അല്ലെങ്കിൽ ആഗ്മെൻറ്റ് റിയാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമാണ്, ഒരു സിമ്പിൾ ഗെയിമാണ്. VR അല്ല, സോറി, ആഗ്മെൻറ്റ് റിയാലിറ്റി ഒരു സിമ്പിൾ ഗെയിമാണ്. ഇങ്ങനെ നമ്മുടെ ക്യാമറയിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിടന്ന് ഓടും. അതെന്താണെന്ന് എനിക്ക് കറക്റ്റാಗಿ പറയാൻ അറിയത്തില്ല. അതിനെല്ലാം നമ്മൾ വെടിവെച്ചിടണം. കണ്ടോ, വളരെ 3D അല്ലെങ്കിൽ നമുക്ക് ഒരു റിയൽ ലൈഫിൽ നമ്മൾ കളിക്കുന്ന പോലെ തോന്നുന്നൊരു ഗെയിമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗെയിമാണ്. വളരെ സിമ്പിളാണ്, നല്ല രസമാണ്. സമയം പോവാൻ ഇതേപോലെ വേറൊരു സാധനമില്ല. പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു കൺട്രോളിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കളിക്കാനും പറ്റില്ല. അങ്ങനെ കുറച്ച് പ്രശ്നം കൂടിയുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇതിനെല്ലാം വെടിവെച്ച് നമുക്ക് തകർത്ത് തരിപ്പടമാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഗെയിമാണ്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഞാൻ ഈ യൂസ് ചെയ്യുന്ന വാൾപേപ്പറൊക്കെ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ളത്. AMOLED വാൾസ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇപ്പോൾ മാറ്റിയതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള AMOLEDന് അല്ലെങ്കിൽ AMOLED സ്ക്രീനിന് വേണ്ടിയിട്ടുള്ള കിടിലം വാൾപേപ്പേഴ്സ് കിട്ടും. അതായത് കുറച്ച് മിനിമലായിട്ടുള്ളത് വേണമെങ്കിൽ മിനിമലായിട്ടുള്ളത് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസൈൻസ് കിട്ടും. കുറച്ചുകൂടി സ്പൈറൽ സാധനങ്ങൾ വേണമെങ്കിൽ അത് കിട്ടും. ലോഗോയുടെ കിട്ടും. മിസ്റ്റർ ഹൂസ് ദ ബോസിൻ്റെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ലോഗോ കിട്ടും. അങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല വാൾപേപ്പേഴ്സ് കിട്ടും. ഹൈ ക്വാളിറ്റിയിൽ കിട്ടും. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേറെ പൈസ കൊടുക്കേണ്ട ഒന്നിൻ്റെ ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ അഡ്വർടൈസ്മെൻറ്റ് വരും, എന്നാലും അത് ഭയങ്കര അനോയിങ് ഒന്നുമല്ല. അപ്പോൾ വളരെ നല്ല ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എവിടെ നിന്നാണ് ഞാൻ ഈ വാൾപേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളത്. ഇതാണ് ഞാനിന്ന് പറഞ്ഞിരുന്ന ടോപ്പ് ആപ്ലിക്കേഷൻ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും. ബൈ.